ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അബ്ജോസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കണ വണ്ടി ഒരു ലോ ബഡ്ജറ്റ് വാഹനമാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു സിംഗിൾ ഓണർഷിപ്പിൽ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന നല്ലൊരു അടിപൊളി സ്വിഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കണത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സിംഗിൾ ഓണർഷിപ്പിലെ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമായിട്ട് വന്നേക്കണത്. അപ്പോൾ ഇത് 2011 വണ്ടിയാണ്. 1,13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ കമ്പനി സർവീസ് അവൈലബിൾ ആണ്. മറ്റ് ആക്സിഡൻറ്റോ മറ്റ് ഫ്ലഡോ മറ്റ് റീപ്ലേസോ കാര്യം ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല ക്വാളിറ്റിയിൽ ഒരു വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വാഹനമാണ് നമ്മുടെ ഒരു സ്വിഫ്റ്റ്. 2011 മോഡലാണ്. ഇപ്പോൾ KL7 വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ A to Z റണ്ണിങ് എൻജിൻ, അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഔട്ട് സൈഡ് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരിക, വണ്ടി വാഹനം കാണുക. അപ്പോൾ മച്ചാമാരെ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു KL7 ഡീസൽ സ്വിഫ്റ്റ് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ 2011 മോഡൽ ഡീസലായിട്ടുള്ള ഒരു വണ്ടി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻ്റനൻസും കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ എല്ലാം ചെയ്തേക്കുന്ന വണ്ടിയാണ്. പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് അത്യാവശ്യം നല്ല പുതുത്തൻ ടയറൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അലോയ് സ്പെഷ്യലി ഇട്ടേക്കുന്ന ഒരു അലോയ് ആണ്. അലോയ് കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കാണ്. വൈറ്റിഷ് ആയിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ വണ്ടിയുമ്പോൾ വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല. KL7 നമ്മുടെ എറണാകുളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ 2011 വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ലൈറ്റ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മങ്ങല കാര്യമൊന്നുമില്ല. അങ്ങനെ കച്ചറ യൂസിങ് ആയിട്ട് ചെയ്യുന്ന ഒരു വാഹനം കൂടിയല്ല. നല്ലൊരു കഥാപാത്രം, നല്ലൊരാൾ ഉപയോഗിച്ചിരുന്ന ഒരു വണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല. ഡീസൽ വാഹനം ആയതുകൊണ്ട് തന്നെ ഒരു 20 മൈലേജ് കിട്ടും. ഡീസല് നല്ല ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ പൊതുവേ എല്ലാവർക്കും ഡീസൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരു പെട്രോൾ മൈലേജ് നോക്കി ഒരുപാട് ആളുകൾ വണ്ടി എടുക്കുന്നത്. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഫ്ലഡ് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ വരുന്നത് 4 സൈഡും പക്ക ക്വാളിറ്റിയും അതുപോലെ റൂഫ് ടോപ്പും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നോർമലി കമ്പനി കൊടുക്കുന്ന സീറ്റൊക്കെ തന്നെ നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. റൂഫ് ടോപ്പൊക്കെ വളരെ ക്ലീനാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. AC പോർച്ചറി, പവർ വിൻഡോസ്, 4 ഡോറ്. പിന്നെ സ്പെഷ്യൽ എടുത്ത് പറയുന്നത് നല്ല സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. AC ഒക്കെ നല്ല കൂളിംഗ് ആണ്. അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല. A to Z എല്ലാം കൊള്ള ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ പൊതുവേ നമുക്ക് ഇങ്ങനെ നല്ലൊരു വാഹനം ഇണങ്ങി കിട്ടാൻ ഒരുപാട് പണിപ്പാടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ നമ്മുടെ ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ എന്താ പറയുക, നല്ലൊരു ഇണങ്ങി കിട്ടുന്ന നല്ല വാഹനങ്ങൾ ആര് ഫസ്റ്റ് വന്ന് അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റിയ നല്ല വണ്ടികളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ലക്കി, ഒരു ഭാഗ്യമായിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാഹനമാണ് ഈ ഒരു വാഹനം. ആര് വരുന്നാലും നമുക്ക് നേരെ തട്ടി വിടാൻ പറ്റുക നല്ല. ഇനി എടുക്കുന്ന ഒരാൾക്ക് A to Z ഒരു കാര്യം ചെയ്യേണ്ടേ, നമുക്ക് നേരെ റെഡി ടു ലിഫ്റ്റ് ആയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടികളാണ് ഇത്തരത്തിലുള്ള വണ്ടികൾ. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ മൈലേജ് നമ്മുടെ ഈ ഒരു എറണാകുളം സിറ്റിയിലൊക്കെ മൈലേജിൻ്റെ ഒരു പ്രശ്നം തന്നെയുണ്ട്. അപ്പോൾ ഡീസലായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൈലേജ് അവൈലബിൾ കിട്ടും. പിന്നെ അതിൻ്റെ നമുക്ക് ബോണറ്റ് പൊക്കിയിട്ട് ടോപ്പ് എൻജിൻ സൈഡ് ഒന്ന് കാണാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഡീസൽ വാഹനം പൊതുവേ എന്താ പറയുക, ഇത്രയും ഓടിയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഒരു താല്പര്യം ഉള്ളതാണ് ഈ ഒരു സ്വിഫ്റ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻജിൻ സൈഡും കൂടി കാണാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു എൻജിനാണ്. ഞങ്ങൾ ഫുൾ ചെക്ക് ചെയ്തെടുത്ത വാഹനങ്ങളാണ്. അതുപോലെ തന്നെ നല്ല ബാറ്ററിയാണ്. ബാറ്ററി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ആംബിയറും ഞങ്ങൾ ചെക്ക് ചെയ്ത് വേറെ എൻജിൻ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു എൻജിനൊക്കെ തന്നെയാണ്. എൻജിൻ നോക്കുമ്പോഴും ഞങ്ങൾ ഫുൾ ചെക്ക് ചെയ്ത് എടുത്തപ്പോഴും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഫുൾ ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. നല്ല പ്രോപ്പർ കമ്പനി സർവീസുള്ള വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക്, താല്പര്യപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വാഹനം തന്നെയാണ് നമ്മുടെ ഒരു സ്വിഫ്റ്റ്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ റണ്ണിങ് കൂടി നോക്കാം. റണ്ണിങ് കൂടി കണ്ടിട്ട് നമുക്ക് വിലവിവരത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കുന്നവർക്ക് ലക്കി എന്നേ പറയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഫൈനാൻസിൻ്റെ കാര്യം പറഞ്ഞ് നമുക്ക് എറണാകുളം ജില്ലയിലുള്ളവർക്ക് സ്പീഡായിട്ട് സ്പെഷ്യലി ഫാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനാൻസൊക്കെ ചെയ്യാൻ പറ്റും പെട്ടെന്ന്. ശരിക്കും 2011-12 തുടങ്ങിയൊക്കെയാണ് ഫൈനാൻസ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു വാഹനം 11 ആയതുകൊണ്ട് നമ്മുടെ ഒരു കെയർ ഓഫിൽ, ഷോപ്പിൻ്റെ ഒരു കെയർ ഓഫിലൊക്കെ നമുക്ക് ഫൈനാൻസൊക്കെ ചെയ്ത് വിടാൻ പറ്റും. 2011 സിംഗിൾ ഓണർ സ്വിഫ്റ്റ് VDI
ഡീസൽ വാഹനം 1,13,000 കിലോമീറ്റർ A to Z പക്ക ക്വാളിറ്റിയില കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നല്ലൊരു ടോപ്പ് വാഹനം നമുക്ക് പറയാൻ പറ്റും. നല്ലൊരു ഫാമിലി യൂസായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ. നമുക്കിനി റണ്ണിങ് കണ്ടിട്ട് വിലവരത്തിലേക്ക് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ സ്വിഫ്റ്റ് എങ്ങനെയെന്ന് ഓടിച്ച് നോക്കാം. നമ്മുടെ എല്ലാ വീഡിയോയിലും റണ്ണിങ് വീഡിയോ കാണിക്കുന്നുണ്ട്. പിന്നെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കീയൊക്കെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ വണ്ടി ഓടിക്കണേക്ക് മുന്നേ സീറ്റ് ബെൽറ്റ് ആവശ്യമുണ്ട്. സീറ്റ് ബെൽറ്റ് നല്ലൊരു ഫൈൻ ഒഴിവാക്കാം. പിന്നെ നമ്മളെ സേഫ്റ്റിയും കൂടിയാണ്. അപ്പോൾ മച്ചാമാരെ, സ്വിഫ്റ്റ് ഓൾറെഡി എനിക്ക് പേഴ്സണലി യൂസ് ചെയ്ത കുറച്ചാൾ യൂസ് ചെയ്ത വണ്ടി തന്നെയാണ് സ്വിഫ്റ്റ്. അത് ടൈപ്പ് 2 ആയിരുന്നു. ടൈപ്പ് 1 പക്ഷേ ഞാൻ ഇതിന് മുന്നേ എന്താ പറയുക സെയിലിങ്ങിന് എടുത്തപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ട്. അത് ടൈപ്പ് 1 കുറച്ച് പ്രത്യേകതയും കൂടി ഉണ്ട്. ഈ ഒരു സ്വിഫ്റ്റിന് ബോഡി ക്വാളിറ്റി കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ പവറും പെർഫോമൻസും ടൈപ്പ് 1, 2-നേക്കാളും 3-നേക്കാളും കൂടുതലായിരിക്കും. പിന്നെ എന്താ പറയുക വേറൊരു രീതിയാണ് ടൈപ്പ് 1-ൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം റൂട്ടിൽ കൂടി ഒന്ന് ഓടിച്ചു നോക്കാം. ഡീസൽ വാഹനത്തിന് പൊതുവെ കുറച്ചും കൂടി സ്പീഡ് ഉണ്ടാവും. ടർബോ സ്വിഫ്റ്റുകളായിരിക്കും ഉള്ളൂ കൂടുതലും. പിന്നെ വണ്ടിക്ക് ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. കാരണം 2005 തുടങ്ങി സ്വിഫ്റ്റ് ഇറങ്ങിയിട്ട് 11 വരെ ഇത്, പിന്നെ 11 ചേഞ്ച് ചെയ്തിട്ട് ഏകദേശം 16, 17 വരെ ടൈപ്പ് 2, പിന്നെയാണ് ടൈപ്പ് 3 ഇറങ്ങുന്നത്. അതിനെ അപേക്ഷിച്ചൊക്കെ നോക്കുമ്പോൾ ടൈപ്പ് 1 ഇറങ്ങിയ സ്വിഫ്റ്റിന് ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ടർബോ വണ്ടികളും പിന്നെ ബോഡി ക്വാളിറ്റി അങ്ങനത്തെ ഒരു കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് 1-നാണ് ഉള്ളത്. അപ്പോൾ ഇത് 2011 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ജസ്റ്റ് ഇതിൻ്റെ ഡീസൽ റണ്ണിങ് ഒന്ന് കാണിച്ചു തരാം. ഓൾറെഡി ഇതൊക്കെ ചെറിയ റോഡാണ്. എന്നിരുന്നാലും ഞാൻ 2-3 ദിവസമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ AC ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, 3 ഇട്ടേക്കണത്. ചിലപ്പോൾ AC-യുടെ സൗണ്ട് കയറി പിടിക്കും. എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല കൂളിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ഇട്ടപ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട്. പിന്നെ സ്റ്റീരിയോ ഞാൻ ഓഫ് ചെയ്തേക്കാണ്. സ്റ്റീരിയോ ഓഫ് ചെയ്തെന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ്. സ്റ്റീരിയോ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഓടിക്കാനും കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ഹാർഡ് കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ നമുക്ക് എവിടെയും യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടി തന്നെയാണ്. പിന്നെ ഓടിക്കുമ്പോഴുള്ള പവറിൻ്റെ കുറവ് അങ്ങനെ വലിക്കുറവ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു സ്വിഫ്റ്റ് തന്നെയാണ്. പിന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക്. നമ്മൾ പൊതുവേ പഴയ സ്വിഫ്റ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ സുസുക്കിയുടെ വണ്ടികളൊക്കെ വളരെ എന്താ പറയുക ഇയർ ഔട്ടായ വാഹനങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനപേക്ഷിച്ച് ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എടുക്കുന്നതിൻ്റെ ലക്കി ആയിരിക്കുള്ളൂ. ജസ്റ്റ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ജസ്റ്റ് പവർ ഒന്ന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇതൊക്കെ നോർമൽ റോഡാണ്, എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല പവറിൽ തന്നെ പോകാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ്. ഡീസലായതുകൊണ്ട് തന്നെ എടുത്തിട്ട് ഒരു പിടിച്ചൊരു വലിഞ്ഞായിരിക്കുള്ളൂ പോണത്. കാരണം അതിൻ്റെ ടർബോ കയറി പിടിച്ചിട്ടായിരിക്കും പോണത്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ ഈ ഒരു വാഹനം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്ലസ് പോയിന്റ് ഒരു മൈലേജ് തന്നെയാണ്. നമുക്കിത് റഫ് യൂസിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. ഡെയിലി യൂസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഈ ഒരു ഡീസൽ സ്വിഫ്റ്റ്. പിന്നെ ഇതൊരു നിസ്സാര പൈസക്ക് എടുത്തിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോൾ എത്ര വലിയ ഫാമിലി ആയിരുന്നാലും എത്ര വലിയ ലക്ഷറി കാറുകൾ ഇരിക്കുന്ന ഒരു വീടായിരുന്നാലും പലരും നോക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ചെറിയൊരു വണ്ടി. അത് എല്ലാ വീട്ടിലും അത്യാവശ്യമാണ്, ആവശ്യമാണ്. അപ്പോൾ ബിഗിനേഴ്സായിട്ട് വരുന്നവർക്കും ഈ ഒരു വാഹനം ഓക്കെയാണ്. അപ്പോൾ എന്താ പറയുക ഏത് റോഡിലും, അതായത് ഹൈ റേഞ്ച് പോയാലും നമ്മുടെ നോർമൽ റോഡ് സിറ്റി കൂടെയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ യാത്ര ചെയ്യാൻ പറ്റും നല്ല വണ്ടികൾ തന്നെയാണ് മാരുതി സുസുക്കിയുടെ എല്ലാ വണ്ടികളും. പിന്നെ മെയിൻ്റനൻസ് കാര്യമൊന്നും അധികം ഉണ്ടാവില്ല. പൊതുവേ മാരുതി സുസുക്കിയുടെ എല്ലാ വാഹനങ്ങളും മെയിൻ്റനൻസ് കുറവായിരിക്കുള്ളൂ. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ വാഹനങ്ങളും വീഡിയോ ചെയ്യുമ്പോൾ പെട്രോളാണോ ഡീസലാണോ, പിന്നെ മെയിൻ്റനൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചില സമയത്ത് പറയാറില്ല. അത് ഒഴിവാക്കണമല്ല, ചിലപ്പോൾ മറന്നു പോകണമായിരിക്കും. അപ്പോൾ മെയിൻ്റനൻസിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. മെയിൻ്റനൻസും വലിയ മെയിൻ്റനൻസ് കാര്യമൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം സുസുക്കിയുടെ എല്ലാ വണ്ടിയും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വണ്ടികൾ ഒരുപാട് ഹൈബ്രിഡ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചീപ്പ് റേറ്റ് വാഹനങ്ങളാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ, ചെക്ക് ചെയ്യുക, നേരെ വണ്ടി എടുക്കുക. പിന്നെ പ്രായമുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനം എടുക്കുന്നത്. പിന്നെ ചെറുപ്പക്കാരെടുക്കുന്നുണ്ട്. മോഡിഫൈഡ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. 4 ഡോർ സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയും ഏകദേശം ടൈപ്പ് 2-ൻ്റെ ഒരു ലുക്ക് തന്നെയാണ്.
അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഹൈവേ കിട്ടിയിട്ടുണ്ട്. ഹൈവേ നല്ല തിരക്കുണ്ട്, എന്നിരുന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് മറ്റു വിധത്തിലേക്ക് വരാം. ഓൾറെഡി ഈ റോഡൊക്കെ ഭയങ്കര എന്താ പറയുക, തിരക്കുള്ള റോഡാണ്. നമുക്ക് നോർമലി ഇവിടെയൊക്കെ സ്ലോയിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. നമുക്കിതൊക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റോഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് ഓടിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ കൊണ്ടുനടക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കേട്ടോ. യാത്രാസുഖത്തിലൊന്നും ഒരു കുറവില്ല. അതുപോലെ തന്നെ ഓവർടേക്കിങ് വലിയ കാര്യങ്ങളും കുറവാണ്, അങ്ങനെ ഫീലിംഗ് ഒന്നുമില്ല. നല്ല യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ്. അപ്പോൾ മച്ചാൻ പറഞ്ഞാൽ ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് അതിൻ്റെ വിലവരത്തിലേക്ക് ഇറക്കാം. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് യൂട്യൂബ് നമ്മുടെ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വിലവരത്തിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ് 2011 മോഡലായിട്ടുള്ള ഡീസൽ സ്വിഫ്റ്റാണ്. ഈ ഒരു സ്വിഫ്റ്റ് ഇൻറ്റീരിയർ ഔട്ട് സൈഡ് റണ്ണിങ് എല്ലാം കണ്ടു കഴിഞ്ഞ്. അപ്പോൾ A to Z പക്ക ക്വാളിറ്റിയില നല്ലൊരു അടിപൊളി വാഹനം വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഫാമിലി കാറാണ് നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ്. അപ്പം മച്ചാമാരെ ഇതിൻ്റെ വില വിവരത്തിലേക്ക് വന്നേക്കുന്നെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ വെറൈറ്റി വാഹനങ്ങൾ, റെയർ പീസ് വാഹനങ്ങൾ, മോഹ വണ്ടികൾ എല്ലാം വരുന്നതായിരിക്കും. വരുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും. അപ്പോൾ തന്നെ സെയിലാക്കി പടവടയിൽ നിന്ന് നമ്മൾ എല്ലാം കയറ്റി വിടാറുണ്ട്. അപ്പം മച്ചാമാരെ വാഹനം വേണ്ടവർക്ക്, നിങ്ങൾക്ക് താല്പര്യമുള്ള വണ്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് എന്താ പറയുക, ഇതൊക്കെ ഫസ്റ്റ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് ടൈം വരുന്നവർ അപ്പോൾ തന്നെ എല്ലാവർക്കും അപ്ഡേഷൻ കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും ഫോളോ ചെയ്യാൻ പറയുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചാമാരെ ഈ ഒരു വാഹനത്തിൻ്റെ വില പറയുന്നത് 2011 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, ഡീസൽ, 1,13,000 കിലോമീറ്റർ ഓടിയ വണ്ടി, കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട്. കമ്പനി തന്നെയാണ് എല്ലാ സർവീസും ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വില ചോദിക്കുന്നത് 2,50,000 രൂപയാണ്. അത് ഫിക്സഡ് ആയിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ്. റെഡി ക്യാഷ് ആയിട്ട് വരുന്നവർക്ക് കൊടുത്തു വിടാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി അട്രാക്ഷൻ പ്രൈസാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫൈനാൻസ് ഏകദേശം അത്യാവശ്യം നല്ല ചെറിയ രീതിയിൽ ഫൈനാൻസ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ പിടിയിൽ പെട്ടെന്ന് നല്ല രീതിയിൽ ഫൈനാൻസ് ഒക്കെ തന്ന് വിടാൻ പറ്റാവുന്നതാണ്. പിന്നെ KL7 വാഹനമാണ്, അപ്പോൾ ഡീസൽ വാഹനമാണ്. അപ്പോൾ A to Z പക്ക ക്വാളിറ്റിയിൽ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന നല്ലൊരു അടിപൊളി വാഹനം തന്നെയാണ്. മൈലേജ് ഏകദേശം 18 വരെയൊക്കെ നമുക്ക് കമ്പനി, അതിൽ കൂടുതൽ കമ്പനി പറയുന്നുണ്ട് 18-20 വരെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ട് കുറച്ചാൾ 2-3 ദിവസം യൂസ് ചെയ്തപ്പോഴും വിടാണ്ട് യൂസ് ചെയ്ത വണ്ടി തന്നെയാണ്. പിന്നെ നല്ല അലോയ് ഉണ്ട്, നല്ല ടയറും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നല്ല ടോപ്പ് ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു വാഹനം എന്തോരം ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഈ ഒരു വാഹനം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ 2011 ആയതുകൊണ്ട് തന്നെ അടുത്ത വർഷമൊക്കെ ലാസ്റ്റൊക്കെയാണ് ടെസ്റ്റ് വന്നത്, അതുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ മച്ചാമാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ 250 എന്നുള്ള ഒരു റേറ്റ് ഫിക്സഡ് റേറ്റ് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നേരെ പോകുന്നോളൂ, നല്ലൊരു വാഹനം തന്നെയാണ്. അപ്പോൾ മച്ചാമാരെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോകുന്നോളൂ. നമ്മുടെ ഷോപ്പ് ആലുവയിൽ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.